ഹായ് വെൽക്കം. ഈ വീഡിയോയിൽ വേറൊന്നുമല്ല, എൻ്റെ വീടിൻ്റെ അടുത്താണ് കഴക്കൂട്ടം. കഴക്കൂട്ടത്ത് അവിടെ മഹാദേവ ക്ഷേത്രത്തിൽ ഇന്നാണ് ഉത്സവം തീരുന്നത്. കഴക്കൂട്ടത്ത് വലിയൊരു ആഘോഷമാണ് ഈ ഉത്സവം. അതുപോലെ തന്നെ ഇനി ട്രിവാൻഡ്രത്ത് ഇനി വേറൊരു ഉത്സവം ഇല്ലയെന്നാണ് തോന്നുന്നത്. കാരണം ഇവിടെ ഈ കഴക്കൂട്ടത്ത് ഉത്സവം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വേറെ ഉത്സവമൊന്നുമില്ല. ഇതാണ് നമ്മുടെ ഈ ഏരിയയിലൊക്കെ ലാസ്റ്റ് ഉത്സവം. ഇതാണ് അമ്പലത്തിങ്കര. ഇവിടെ നിന്നാണ് ലൈറ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണത്. അങ്ങനെ ഇവിടെ വണ്ടി വെച്ചിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്ന് കാണാനായിട്ട് ഒരുപാടുണ്ട്. ലൈറ്റ്സ് മാത്രമല്ല, പരിപാടികൾ, ഫ്ലോട്ട്സ്, അതുപോലെ DJ, ചെണ്ടമേളം, അങ്ങനെ ഒരുപാട് പരിപാടികളൊക്കെ ഇവിടെ മുതൽ അങ്ങ് തുടങ്ങുവാണ്. കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഞാൻ ഈ കഴക്കൂട്ടത്ത് ഉത്സവത്തിന് വരാൻ പറ്റിയിട്ടില്ല. ഒന്നെങ്കിൽ മറന്നു പോകും, ഒന്നെങ്കിൽ അറിഞ്ഞു കാണില്ല, അങ്ങനെയൊക്കെ. ഈ പ്രാവശ്യം എന്തായാലും നേരത്തെ നോക്കി വെച്ചു. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം എനിക്ക് വരാൻ പറ്റിയത്. ഈ ലൈറ്റ്സും പരിപാടിയൊക്കെ ഇവിടെ മാത്രമല്ല, കഴക്കൂട്ടം കഴിഞ്ഞ് മേനംകുളം, അതുപോലെ തന്നെ തുമ്പ ബീച്ച് വരെ ഉണ്ട്. തുമ്പ ബീച്ചിലാണ് ആറാട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു ഏരിയയിൽ ഫുള്ളും ലൈറ്റ്സും പരിപാടിയൊക്കെ തന്നെയാണ്. ഈ കാണുന്ന ലൈറ്റ്സാണ് ഹൈലൈറ്റ് ആയിട്ട് നിന്നത്. എല്ലാവരും ഒന്ന് ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതും എല്ലാം ഈ ലൈറ്റ്സാണ്. റീൽസ് ആയിട്ടൊക്കെ വന്നതല്ല. അങ്ങനെ ലൈറ്റ്സൊക്കെ കണ്ട് പരിപാടിയൊക്കെ കണ്ട് അങ്ങനെ പോവുകയാണ്. സത്യം പറഞ്ഞാൽ കുറച്ച് നടക്കാനുണ്ട്, കുറച്ചധികം നടക്കാനുണ്ട്. അങ്ങ് ബീച്ച് വരെ പോകുന്നില്ല, അതിനുള്ള സ്റ്റാമിന എന്തായാലും ഇല്ല. ഈ ഒരു ഏരിയയിൽ മാക്സിമം എത്രയൊക്കെ കാണാൻ പറ്റുമോ അതൊക്കെ കാണുന്നു, വീഡിയോ എടുക്കുന്നു. അതൊക്കെയാണ് ഈ പ്രാവശ്യത്തെ പരിപാടി. കുറച്ച് ദൂരം കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടിപ്പട്ടാളത്തെ കാണാൻ പറ്റും. കാരണം അവരവിടെ നിന്ന് ഇങ്ങോട്ട് വരുവാണ്, അപ്പോൾ ഞാനിവിടെ നിന്ന് അങ്ങോട്ടും പോവുകയാണ്. അങ്ങനെ ഈ കഴക്കൂട്ടത്തെ ഈ ലൈറ്റ് കാണാൻ ഈ പ്രാവശ്യം ആ കുട്ടിപ്പട്ടാളങ്ങളും ഉണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ കസിൻസൊക്കെ. ഞാനങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ കഴക്കൂട്ടം ഏകദേശം എത്താറായി. അവിടെ എത്തിയപ്പോഴാണ് ഒരു ഫ്ലോട്ട്. പിന്നെ ഈ വീഡിയോയിൽ എനിക്ക് റിയൽ ആയിട്ടുള്ള സൗണ്ട് വെക്കാൻ പറ്റില്ല, കാരണം കോപ്പി റൈറ്റ് അടിക്കും. ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പാട്ട് വെക്കുന്നത് കൊണ്ട് അത് യൂട്യൂബിൽ കോപ്പി റൈറ്റ് അടിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ശരിക്കുള്ള സൗണ്ട് ആയിരിക്കില്ല ഇതിൽ വെക്കുന്നത്. അങ്ങനെ കഴക്കൂട്ടം ജംഗ്ഷനിലോട്ട് കയറുകയാണ്. അങ്ങനെ ഇവിടെ നല്ല ഡാൻസും പരിപാടിയൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ പോവുകയാണ്. ഇതാണ് കേട്ടോ അമ്പലം കുറച്ചും കൂടെ പോകണം. ഇതാണ് അമ്പലത്തോട്ട് പോകുന്ന വഴി. പിന്നെ വഴി ഇത് മാത്രമല്ല, വേറെ 2-3 വഴിയും കൂടെ ഉണ്ട്. ചെണ്ടമേളം എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ കഴക്കൂട്ടം ജംഗ്ഷനിലോട്ട് പോവാണ്. അവിടെ എന്താണ് പരിപാടി എന്ന് കാണാനായിട്ട് അങ്ങോട്ട് പോവാണ്. മിക്ക എല്ലാ പ്രാവശ്യവും ഗാനമേള തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം അത് തന്നെ ആയിരിക്കും എന്നാണ് തോന്നുന്നത്.
പിന്നെ വിചാരിക്കുന്ന പോലെയല്ല, നല്ല തിരക്കുണ്ട്. ഈ നല്ല ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലും വണ്ടി കൊണ്ട് വരുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അങ്ങനെ നമ്മൾ കഴക്കൂട്ടം ജംഗ്ഷനിലെത്തി. ഇവിടെ നല്ല അത്യാവശ്യം നല്ല ലൈറ്റ്സൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സൈഡിൽ ഗാനമേള നടക്കുന്നുണ്ട്. അതിപ്പോൾ എന്തായാലും ഇതിൽ വെക്കാൻ പറ്റില്ല, കാരണം ചിലപ്പോൾ കോപ്പിറൈറ്റ് വരും. അങ്ങനെ ഗാനമേളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ വേറൊരു ഫ്ലോട്ട്, ഞാൻ ആദ്യം ദൂരെ നിന്ന് കണ്ടപ്പോൾ ഫ്ലോട്ടാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് ഫ്ലോട്ടല്ല, ഇത് മനുഷ്യന്മാർ ചെയ്യുന്നത് തന്നെയാണ്. നാടകമാണ്, ചെറിയൊരു നാടകം പോലത്തെ ഒരു സംഭവമാണ്. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അങ്ങ് പോവാണ്. ഇവിടെ ഒരു DJ പരിപാടി നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ അത് അന്വേഷിച്ച് പോവാണ്. അതുപോലെ തന്നെ കസിൻസൊക്കെ വരാറായി എന്നും പറഞ്ഞു. അപ്പോൾ അവരെ അന്വേഷിച്ച് പോവാണ്. അങ്ങനെ ഫ്ലോട്ടൊക്കെ കണ്ടങ്ങനെ നിന്നപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. പണ്ടൊക്കെ ചെറുതിൽ നിന്നൊക്കെ ഞാൻ വന്നപ്പോൾ ഒരുപാട് ഫ്ലോട്ടും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓരോ ഫ്ലോട്ടിലും ഓരോ കഥകളൊക്കെ പറയുമായിരുന്നു. ഇപ്പോഴത്തെ ഫ്ലോട്ടിൽ അങ്ങനെ കഥയൊന്നും പറയണത് കണ്ടില്ല. കൂടുതലും ജസ്റ്റ് ഒന്ന് അനങ്ങും, അതുപോലെ തന്നെ ഒരു പാട്ടും ഉണ്ടാവും. അങ്ങനെ DJ അന്വേഷിച്ച് നമ്മൾ അങ്ങനെ കുറച്ച് ഫ്രണ്ടിലോട്ട് അങ്ങനെ പോകുന്നു. സത്യം പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഇനിയും അങ്ങ് പോകും, ഒരുപാട് ദൂരമുണ്ട് പോകാനായിട്ട്. നമ്മൾ അത്രയൊന്നും പോകുന്നില്ല. ഇവിടെ നല്ല ഡാൻസ്, നല്ല വൈബായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. നമ്മളെ കസിൻസിന് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുവാണ്. പക്ഷെ അവർ ഇതുവരെ എത്തിയിട്ടില്ല. പിന്നെ ഇതൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നതൊന്നും ഒരു എക്സ്പീരിയൻസും ഉണ്ടായി, ജസ്റ്റ് കാണാൻ മാത്രമേ പറ്റുള്ളൂ. ഈ സത്യം പറഞ്ഞാൽ ഇതൊക്കെ നേരിട്ട് വന്ന് അനുഭവിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഉത്സവം, അതുപോലെ തന്നെ ഈ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ. ട്രിവാൻഡ്രത്താണ് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കളർഫുള്ളായിട്ടുള്ള ഉത്സവം ഞാൻ കണ്ടിട്ടുള്ളത്. അങ്ങനെ പിള്ളേരെ അന്വേഷിച്ച് പോയിട്ട് പിള്ളേരെ കിട്ടി. കാരണം അവിടെ ആർക്കും അങ്ങനെ ഫോൺ ഇല്ലാത്തത് കൊണ്ട് ഒരാൾക്ക് മാത്രമേ ഫോണുള്ളൂ. പിന്നെ അവിടെ നിന്ന് സംസാരിച്ചു, ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു, അടുത്ത ഒരാളെ കാണാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അങ്ങനെ സമയം കുറേ അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് DJ തുടങ്ങാറായി എന്ന് കരുതിയിട്ട് നമ്മൾ അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്, വന്ന സ്ഥലത്ത് തന്നെ. അപ്പോഴേക്ക് ഈ തിരക്കിൻ്റെ ഇടയിൽ വണ്ടി കൊണ്ടുവരുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അങ്ങനെ അവിടെ DJ തുടങ്ങാറായി എന്ന് വിചാരിച്ചിട്ട് അവിടെ വന്നപ്പോഴത്തേക്കും ആറാട്ട് വന്നു. അതുകൊണ്ട് ഇതെല്ലാം ഓഫ് ചെയ്തിട്ടേക്കുക. പക്ഷേ ലൈറ്റ്സൊക്കെ ഇങ്ങനെ സൂപ്പറായിട്ട് പോകുന്നുണ്ട്, പക്ഷെ പാട്ടൊന്നും വെച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ ആറാട്ട് പോകുന്നവരെ വെയിറ്റ് ചെയ്യാമെന്ന് എഴുതിയിട്ട് അങ്ങനെ നിൽക്കുവാണ്. പക്ഷേ DJ അപ്പോഴൊന്നും തുടങ്ങിയില്ല. ലൈറ്റ്സ് മാത്രമേ ഇങ്ങനെ ഉള്ളൂ, പാട്ടൊന്നുമില്ല. കാരണം ആറാട്ട് വരുന്നതേ ഉള്ളൂ, ഇതുവരെ ഫുൾ എത്തിയിട്ടില്ല. പിന്നെ നമ്മൾ അവിടെ നിൽക്കാൻ പറ്റില്ല, ഭയങ്കര ചൂട് എടുക്കുന്നതുകൊണ്ട് പിന്നെ നമ്മൾ അമ്പലത്തിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അമ്പലത്തിലോട്ട് പോകുന്ന വഴിയിൽ നമുക്ക് എല്ലാവർക്കും ഐസ്ക്രീം വാങ്ങിച്ചു തന്നു. അങ്ങനെ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ച് അങ്ങനെ വെള്ളമൊക്കെ വാങ്ങിച്ച് കുടിച്ചിട്ട് നമ്മൾ നേരെ ഇനി അടുത്ത അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോഴാണ് അവിടെ ഒരാൾ ഐസ്ക്രീം ആർത്തിയോടെ കഴിക്കുന്നത് നമ്മൾ കാണുന്നത്. അങ്ങനെ നമ്മൾ അമ്പലത്തിലോട്ട് വന്നു. ഇവിടെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അത് കാണാൻ വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ അമ്പലത്തിലോട്ട് വന്നു. ഇത് ഒരു മെയിൻ വഴിയാണ്, നേരത്തെ കാണിച്ചതും ഒരു വഴി തന്നെയാണ്. അങ്ങനെ 2-3 വഴിയുണ്ട് ഈ അമ്പലത്തിലോട്ട് പോകാൻ. എനിക്ക് തോന്നുന്നു ഇതായിരിക്കും കുറച്ചുകൂടി മെയിൻ വഴിയെന്ന് തോന്നുന്നു. അമ്പലത്തിനകത്തോട്ട് കയറി വിചാരിച്ച പോലെ തന്നെ നല്ല കളർഫുൾ ലൈറ്റ്സ് ഉണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ ഒരുപാട് റീൽസൊക്കെ കണ്ടു, പക്ഷേ എനിക്ക് റീൽസ് എടുക്കാനും പോയി കാണാനൊന്നും പറ്റിയില്ല, തിരക്കായതുകൊണ്ട്. അമ്പലത്തിൽ നല്ല ഗംഭീരമായിട്ടുള്ള പരിപാടി നടക്കുകയാണ്. അതെന്തായാലും കാണാൻ നിൽക്കുന്നില്ല, കാരണം ലേറ്റായി. പിന്നെ അതുപോലെ തന്നെ റോഡിൽ ഇനിയും ലൈറ്റ്സും പരിപാടിയൊക്കെ കാണാനായിട്ട് ഇനിയും ഒരുപാടുണ്ട്.
അങ്ങനെ കസിൻ പറഞ്ഞു അമ്പലത്തിൽ നന്ദി വന്നെന്ന് പറഞ്ഞു. അങ്ങനെ അത് കാണാനായിട്ട് അങ്ങനെ പോവുകയാണ്. അങ്ങനെ അത് ആദ്യമായിട്ട് കാണാൻ പറ്റി. പിന്നെ ഈ അമ്പലത്തിൽ 1-2 തവണ മാത്രമേ ഞാൻ തൊഴാനായിട്ട് വന്നിട്ടുള്ളൂ. പിന്നെ വന്നിട്ടുള്ളതെല്ലാം ഈ ഉത്സവത്തിന് ലൈറ്റ്സ് കാണാനും ആറാട്ട് കാണാനൊക്കെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ പണ്ടൊക്കെ എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ 10 ആനകൾ വരെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരുപാട് ആനയൊന്നുമില്ല, 3 ആന ഉള്ളെന്നാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ ഇപ്പോൾ ഈ പാലം വന്നതിന് ശേഷം പാലത്തിലും ലൈറ്റ്സൊക്കെ ഇട്ട് സൂപ്പറാക്കിയിട്ടുണ്ട്. തമ്പുരുവിന് അവരെ കൂടെ ഇന്നൊരു ഫോട്ടോ എടുക്കണമെന്നും അതുപോലെ ഷേക്ക് ഹാൻഡ് കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര തിരക്ക് കാരണം ഫോട്ടോ എടുക്കാനൊക്കെ ആൾക്കാർ ഒരുപാടുള്ളത് കാരണം അത് എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ അത് വിട്ടു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം നടന്നപ്പോഴത്തേക്കും അവിടെ ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അവർക്ക് എന്തായാലും ഷേക്ക് ഹാൻഡ് തമ്പുരു കൊടുത്തായിരുന്നു. ഫോട്ടോ എന്തായാലും എടുക്കാൻ പറ്റിയില്ല കാരണം കുട്ടികളൊക്കെ വന്നിട്ട് ഭയങ്കര തിരക്കായതുകൊണ്ട് അതിനിടയിൽ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ അവൻ ഷേക്ക് ഹാൻഡ് കൊടുത്തായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നേരത്തെ കണ്ട സ്ഥലമാണ്, വീഡിയോയിൽ തുടക്കം കാണിച്ചൊരു സ്ഥലമാണ് ഈ സ്ഥലം. അവിടെ അപ്പോൾ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം കണ്ടില്ല, അവിടെ ഫുള്ള് ജനസാഗരം, ഭയങ്കര വൈബും ഭയങ്കര ഡാൻസും. അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്ന് വൈബൊക്കെ അടിച്ച് അങ്ങനെ നിന്നു. അങ്ങനെ നിന്നപ്പോഴാണ് അമ്മ അവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നു. അങ്ങനെ അവിടെ കുറച്ച് നേരം അങ്ങനെ നിന്നു. പിന്നെ കുട്ടികളൊക്കെ പോയി. ഇതിലുണ്ടായിരുന്ന തമ്പുരും അവരൊക്കെ പിന്നെ വീട്ടിൽ പോയി. പിന്നെ അമ്മുവും പിന്നെ നമ്മൾ 2-3 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് DJ തുടങ്ങുന്ന സ്ഥലത്തോട്ട് പോകാനായിരുന്നു എല്ലാവർക്കും താല്പര്യം. അങ്ങനെ അങ്ങോട്ട് പോകുന്ന വഴിയിലാണ് ഈ പരിപാടിയൊക്കെ കണ്ട് അങ്ങനെ പോകുന്നത്. അപ്പോഴാണ് ആറാട്ട് എത്തി. ആറാട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മേനംകുളം തുമ്പ ബീച്ചിൽ പോയി ആ കടലിൽ നിന്ന് അവിടെ നിന്നാണ് ആറാട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ അമ്പലത്തിലോട്ട് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ആന അല്ലെങ്കിൽ ആറാട്ട് തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേനംകുളം തുമ്പ ബീച്ചില്ലേ അവിടെ നിന്നാണ് ആറാട്ട് തുടങ്ങുന്നത്. എനിക്ക് തോന്നുന്നു ഇതൊരു വൈകുന്നേരം തുടങ്ങിയതാണ്. ഏകദേശം ഒരു 11 മണി ആയപ്പോഴാണ് ആറാട്ട് ഏകദേശം അമ്പലത്തിലോട്ട് എത്തിയത്. ഈ പ്രാവശ്യം 3 ആനയാണ് ഉണ്ടായിരുന്നത്. ഞാൻ കുഞ്ഞിലെന്നൊക്കെ ആയിരുന്നപ്പോൾ 10 ആനയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നീടാണ് ആനയുടെ എണ്ണം കുറഞ്ഞത്. അങ്ങനെ ആറാട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പോയ സ്ഥലത്ത് നമ്മൾ ജസ്റ്റ് ഒന്നും കൂടെ പോയി നോക്കി. ഇവിടെ പാട്ടും തീർന്നില്ല, ഡാൻസും തീർന്നില്ല, വന്നപ്പോഴേ വൈബ്. പിന്നെ ഇവിടെ ആയിരുന്നു പിന്നെ ഒരു കുറച്ച് നേരം. അങ്ങനെ ഡാൻസ് ഒന്നും കളിക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ആ വൈബിൽ ആ ഡാൻസ് കളിച്ച് അങ്ങനെ അങ്ങ് പോയി. അങ്ങനെ എന്തായാലും കളിച്ച് വേർത്ത് കുളിച്ച് അങ്ങനെ ഞാനും അപ്പൂസും കൂടെ അങ്ങനെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ. ഇതിലങ്ങനെ ഒരുപാട് കാണിക്കാനും ഒരുപാട് പറയാനും മാത്രം ഒന്നുമില്ല.
പിന്നെ ഇതിൽ വീഡിയോ കാണുന്നേക്കാളും നേരിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് ഈ ഉത്സവം എന്നൊക്കെ പറയുന്നത്. പിന്നെ ട്രിവാൻഡ്രത്തെ ഉത്സവം ഭയങ്കര കളർഫുള്ളാണ്. ഒരുപാട് ലൈറ്റ്സും പാട്ടും ഒരു വലിയൊരു വൈബ് തന്നെയാണ്. അത് ഞാൻ വേറൊരിടത്തും കണ്ടിട്ടില്ല. എന്തായാലും ഈ പ്രാവശ്യം സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബായ്.